ഹായ് എവരി വൺ. ഇന്നത്തെ ക്ലൈമറ്റിന് എന്തോ ഒരു ചേഞ്ച് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ രാവിലെ വരുന്ന സമയത്ത് രാവിലെ വരുന്ന സമയത്ത് വെയിൽ എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പുലർച്ചയ്ക്കാണ് ആൾക്ക് പോകേണ്ടത്. അപ്പോൾ ഞാൻ ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ എണീച്ച് ആൾക്കുള്ള ചായയും ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ഞാനൊരു 4 മണി 4:30 ആകുമ്പോൾ കിടക്കും. പിന്നെ എണീക്കുമ്പോൾ ഒരു 9 മണി 9:30 ആവും കേട്ടോ. അപ്പോൾ ഇന്നമ്മ വീഡിയോ കോളിൽ വിളിച്ചപ്പോഴാണ് ഞങ്ങൾ എണീച്ചത്. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ വരുമ്പോൾ ഇവിടെ വെയിൽ കണ്ടതാണ്. പക്ഷെ എന്തോ ഒരു ക്ലൈമറ്റ് എന്തോ ഒരു ചേഞ്ച് ഉള്ള പോലെ തോന്നുന്നുണ്ട്. ഞാനപ്പോൾ ഈ വിൻഡോ ഒന്ന് തുറന്ന് നോക്കി നോക്കട്ടെ, തണുപ്പാണോ എന്താ അവസ്ഥ എന്ന് നോക്കട്ടെ. തുറന്ന് വരുമ്പോൾ സാധാരണത്തെ പോലെ തന്നെ ഒരു തണുപ്പാണ് തോന്നണത്. എന്നാലും മുന്നത്തേക്കാളൊരു വ്യത്യാസമുണ്ട്. ഈ സമയത്തൊക്കെ ഇത്തിരി ചൂടൊക്കെ പ്രതീക്ഷിച്ചു ഞാൻ. പക്ഷെ ഇന്ന് നല്ലൊരു തണുപ്പുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ക്ലൈമറ്റ് ചേഞ്ച് ആവണതാണോ എന്താണെന്നറിയില്ല. മൊത്തത്തിലൊരു ഒരു നനുത്ത മട്ട് തണുപ്പുണ്ട്. പൊടിയ തണുപ്പുണ്ടാ? നല്ല തണുപ്പുണ്ടാ? ചൂട് ചായ കുടിച്ചാലോ? കട്ടൻ ചായ ചൂട്. ഇവള് കട്ടൻ ചായയുടെ ആളാ. അപ്പം ഞങ്ങൾ ചായ കുടിക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് കേട്ടാ. അതിൻ്റെ ഇടയിൽ ഞാൻ പോയി കുളിക്കുകയൊക്കെ ചെയ്തു. കാരണം ഒരു ഉഷാറ വരാൻ വേണ്ടിയിട്ട് പോയി കുളിച്ചു. ഇത് ഇവളുടെ കപ്പെന്ന് പറയണ കേട്ടാ. കപ്പ് തന്നെയാണ് എൻ്റെ. ഇത് അമ്മയുടെ കപ്പ് തന്നെ. ഓക്കെ, അപ്പം ഞങ്ങൾ ചായ കുടിക്കാം. പിന്നെ ഞാൻ പണ്ട് മുതൽക്കേ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, ഈ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്കൊക്കെ അവരുടെ വേസ്റ്റൊക്കെ എങ്ങനെ അവർ ഡിസ്പോസ് ചെയ്യണമെന്നൊക്കെ ആലോചിച്ചിട്ട്. കാരണം ഞാനെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ വീടിന് ചുറ്റും പറമ്പാണ്. അപ്പോൾ നമ്മളിപ്പോൾ ചമ്മലാണെങ്കിൽ അടിച്ച് തീയിടുന്നു. പിന്നെ നമ്മുടെ വീട്ടിലത്തെ അടിച്ചുവാരി വേസ്റ്റൊക്കെ നമ്മൾ പുറത്ത് തെങ്ങിൻ്റെ കടക്കിൽ കൊണ്ടുപോയിടുന്നു. പ്ലാസ്റ്റിക്കൊക്കെ മാറ്റിയിടും. അതേമാതിരി പേപ്പറുകളൊക്കെ ഉണ്ടെങ്കിൽ കത്തിക്കണം. അങ്ങനെയൊക്കെയല്ല ചെയ്യാം. അപ്പോൾ ഇപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പീരിയഡ്സ് ആയിട്ടിരിക്കാം. അപ്പോൾ ആ പേട എങ്ങനെ ഡിസ്പോസ് ചെയ്യും അങ്ങനെയൊക്കെ ആലോചിച്ച് ഭയങ്കര ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ നിന്ന് വരുമ്പോഴേ. പക്ഷേ അതിനൊക്കെ ഒരു സൊല്യൂഷൻ ഇവിടെ ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് ഞങ്ങളുടെ കിച്ചണിലെ ഡോർമ ഒട്ടിച്ച് വെച്ചു കേട്ടോ. ഇത് വേറെ ഒന്നുമല്ല, ഞങ്ങൾക്കിവിടെ ഓരോ മാലിന്യത്തിനും അതിൻ്റേതായ കവറുകളുണ്ട്. അതിൻ്റെ കളറൊക്കെ വെച്ചിട്ട് എന്നൊക്കെയാണ് അത് കളക്ട് ചെയ്യാൻ അവർ വരണേന്നുള്ളതാണ് കൊടുത്തേക്കണത്. ഇപ്പോൾ ഓരോ മാസങ്ങൾ കൊടുത്തിട്ടുണ്ട്, അതിലോരോ ദിവസങ്ങൾ കൊടുത്തിട്ടുണ്ട്, അതിനൊക്കെ ഓരോ ടൈമും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഓരോന്നും നമ്മൾ പ്രത്യേകം മാറ്റി വെച്ച് നമ്മൾ വീട്ടിൽ നിന്നുള്ളത് പുറത്ത് കൊണ്ടുപോയിട്ട് വേറൊരു ടിന്നുണ്ട്, അതിൽ കൊണ്ടുപോയിടും. അത് അവർ നേരിട്ട് എടുത്തിട്ട് കൊണ്ടുപോകും. അങ്ങനെയാണ്. ഈ കളറിലൊക്കെ ഞങ്ങൾ പേപ്പർ വേസ്റ്റുകളൊക്കെയാണ് ഇടുക. ഈ മഞ്ഞയിൽ ഞങ്ങൾ പ്ലാസ്റ്റിക്. അതുപോലെ ബോട്ടിലിനൊക്കെ ഗ്രീൻ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഞങ്ങളുടെ ബോട്ടിൽ ഞങ്ങൾ കൊണ്ടുപോയി കൊടുത്തിട്ട് ഇപ്പോൾ ഒരെണ്ണം ഞങ്ങൾക്ക് ബാലൻസ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ കവറിൽ ഇപ്പോൾ വെച്ചിട്ടില്ല. 1-2 കൂടി ആകുമ്പോൾ കവറിൽ വെക്കും. ബോട്ടിലിനൊക്കെ കൂടിയിട്ട് വേറൊരു കവറുണ്ട്. അതുകൂടാതെ ഞങ്ങൾക്ക് വേസ്റ്റ് ഇടാനായിട്ട് ഇങ്ങനൊരു സെറ്റപ്പും കൂടി ഉണ്ട്. അതിൽ ബ്ലൂ കളറിലുള്ള കവറിലാണ് ഞങ്ങൾ വേസ്റ്റ് കൊണ്ടുപോയിട്ടിടുക. ഞങ്ങൾ കുടിക്കാനൊക്കെ ആയിട്ട് ഇതേമാതിരി ബോട്ടിലാണ് കേട്ടോ വെള്ളം കളക്ട് ചെയ്യുന്നത്. ഇതേമാതിരി കുറച്ചധികം ക്യാനുകൾ കൊടുന്ന് വയ്ക്കും. കുടിക്കാനൊക്കെ ആയിട്ട് ഞങ്ങൾ അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെ നേരിട്ട് കൊണ്ടുപോയിട്ട് ഞങ്ങൾ കുപ്പികളായിട്ട് കൊണ്ടുപോയിട്ട് നേരിട്ടിട്ട് ഞങ്ങൾ ഡിസ്പോസ് ചെയ്യും. അതെങ്ങനെയാണെന്നുള്ള ഒരു ദിവസം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ ചായക്കപ്പ് ഇവിടം വരെ എത്തിയിട്ടുണ്ട് കേട്ടോ. രാവിലെ ഞാൻ കൊടുത്തതാണ്. ഇതുവരെ അതിലത്തെ ചായ കഴിഞ്ഞിട്ടില്ല. അവൾക്ക് കട്ടൻ ചായയേ വേണ്ടു. ഇന്ന് അതും കുടിക്കുമോ? അതും ഇല്ല. ചൂടാറിയിട്ട് ഇനി എന്തിനാ കുടിക്കണേ? അപ്പോൾ ഇവിടെ കളറിങ്ങിലാണ് ചേച്ചി. മോള് TV കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ. ഞാനിപ്പോൾ ഇന്ന് റെസ്റ്റാണ്. ചോറ് മാത്രം വെക്കണ്ടോ, ബാക്കി പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അടിച്ചു വരാൻ ഞാൻ മോളേനെ ഏൽപ്പിച്ചു. അവൾ അടിച്ചു വരിക്കോളൂ. അതേപോലെ ഞാൻ പറഞ്ഞില്ലേ ഇന്നൊരു ക്ലൈമറ്റിന് വ്യത്യാസം ഉണ്ടെന്ന്. ആ ഒരു വ്യത്യാസം ഇവിടെ കാണണം കേട്ടോ. കാർമേഘമൊക്കെ കണ്ടില്ലേ, ഒന്ന് ഇരുട്ട് മൂടി കിടക്കണുണ്ട്. എന്താ മുഖം ഇങ്ങനെ പിടിച്ചേക്കണ? ഞാൻ ഇവളെ കൂടുതൽ വീഡിയോ എടുത്ത് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ചമ്മണ്ട വരും. ഇവളെ എങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എനിക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഇന്നത്തെ 2-3 വിശേഷങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു വീഡിയോ എടുത്തത് തന്നെ.
അപ്പോൾ ഇന്നത്തെ ക്ലൈമറ്റ് ചേഞ്ച് തന്നെ നിങ്ങൾ കണ്ടില്ലേ. ഇതാണ് മെയിനായിട്ട് ഞാനെടുത്ത് കാണിക്കാൻ വിചാരിച്ചാണ്. പിന്നെ വേസ്റ്റ് വരുന്നതിൻ്റെ കാര്യങ്ങളും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ ബൈ.